വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം. അപ്പോൾ സോളമൻ പറഞ്ഞു, കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് എക്കാലവും വസിക്കാൻ അങ്ങേക്കായി മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. രാജാവ് തിരിഞ്ഞ് ഇസ്രായേൽ സമ്മേളനത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. ഇസ്രായേൽ സമ്മേളനത്തിലുള്ളവർ മുഴുവൻ നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് തന്റെ കരങ്ങളാൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്റെ പിതാവായ ദാവീദിനോട് തന്റെ അധരത്തിലൂടെ ഇപ്രകാരം പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്റെ ജനത്തെ ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമത്തിന് കുടികൊള്ളാനായി എനിക്ക് ഒരു ആലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിലും നിന്ന് ഒരു നഗരവും ഞാൻ തിരഞ്ഞെടുത്തില്ല. എന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ നേതാവായിരിക്കുവാൻ ഞാൻ ഒരു വ്യക്തിയെയും തിരഞ്ഞെടുത്തതുമില്ല. എന്നാൽ എന്റെ നാമം കുടികൊള്ളാനായി ഞാൻ ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ ആയിരിക്കാൻ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഒരാലയം പണിയുക എന്നത് എന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ നാമത്തിനായി ഒരാലയം പണിയാൻ നിന്റെ ഹൃദയത്തിൽ അഭിലാഷം ഉണ്ടായത് നന്നായി. തീർച്ചയായും അത് നിന്റെ ഹൃദയാഭിലാഷമായിരുന്നു. എങ്കിലും നീ ആലയം നിർമ്മിക്കുകയില്ല. നിന്റെ അരക്കെട്ടിൽ നിന്ന് പുറത്തു വരുന്ന നിന്റെ പുത്രനായിരിക്കും എന്റെ നാമത്തിന് ആലയം പണിയുന്നത്. കർത്താവ് അരുളി ചെയ്ത തന്റെ വചനം അവിടുന്ന് നിലനിർത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്തേക്കുയർന്ന് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിനായി ഞാൻ ഒരാലയം നിർമ്മിച്ചിരിക്കുന്നു. ഇസ്രായേലരുമായി കർത്താവ് ചെയ്ത അവിടുത്തെ ഉടമ്പടി ഉൾക്കൊള്ളുന്ന പേടകം ഞാൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേൽ സമൂഹം മുഴുവന്റെയും സാന്നിധ്യത്തിൽ അവൻ കൈത്തലം നിവർത്തി പിടിച്ചു. സോളമൻ ഓടുകൊണ്ട് ഒരു പീഠം ഉണ്ടാക്കി അങ്കണമധ്യേ സ്ഥാപിച്ചിരുന്നു. അതിന് 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ അവൻ നിന്നു. ഇസ്രായേൽ സമൂഹം മുഴുവന്റെയും മുമ്പാകെ മുട്ടുകുത്തി കൈത്തലം സ്വർഗത്തിലേക്ക് നിവർത്തി പിടിച്ച് അവൻ ഉരുവിട്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, തങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്ന അങ്ങയുടെ ദാസന്മാരോടുള്ള ഉടമ്പടിയും കരുണയും പാലിക്കുന്ന അങ്ങയെ പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. എന്തെന്നാൽ അങ്ങയുടെ ദാസനായ എന്റെ പിതാവ് ദാവീദിനോട് സംസാരിച്ചത് അങ്ങ് പാലിച്ചിരിക്കുന്നു. അങ്ങയുടെ അധരങ്ങളിലൂടെ അങ്ങ് പറഞ്ഞിരുന്നത് അങ്ങയുടെ കരങ്ങളാൽ ഈ ദിവസം അങ്ങ് പൂർത്തിയാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനും എന്റെ പിതാവുമായ ദാവീദിനോട് നീ എന്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കൾ എന്റെ നിയമമനുസരിച്ച് വ്യാപരിക്കും വിധം തങ്ങളുടെ മാർഗം കാത്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ എന്റെ മുമ്പിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് അരുൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പാലിക്കണമേ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനായ ദാവീദിനോട് അങ്ങ് അരുൾ ചെയ്ത അങ്ങയുടെ വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? ഇതാ, അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും സാധിക്കുകയില്ല. എങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എന്ത്? എന്നാലും എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസൻ ഇന്ന് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയും നിലവിളിയും കേൾക്കുന്നതിന് അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും ഇന്ന് അങ്ങ് മുഖം തിരിക്കണമേ. ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് അങ്ങയുടെ ദാസൻ അർപ്പിക്കുന്ന പ്രാർത്ഥന ശ്രവിക്കുന്നതിന് അങ്ങയുടെ മഹത്വം കുടികൊള്ളുമെന്ന് അങ്ങ് അരുളി ചെയ്ത സ്ഥലത്തേക്ക്, അതായത് ഈ ആലയത്തിലേക്ക് രാവും പകലും അങ്ങയുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് അങ്ങയുടെ ദാസനും അങ്ങയുടെ ജനവുമായ ഇസ്രായേലും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ യാചനകൾ ശ്രവിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. ഒരുവൻ തന്റെ അയൽക്കാരനെ ദ്രോഹിച്ച്
അയാളെ കൊണ്ട് തന്നോട് സത്യം ചെയ്യാൻ കടപ്പെടുത്തുകയും അയാൾ ഈ ആലയത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് ദുഷ്ടന് സ്വന്തം പ്രവൃത്തി അവന്റെ തലയിൽ തന്നെ തിരിച്ചു നൽകുന്നതിനും നീതിമാനെ അവന്റെ നീതിക്കനുസരിച്ച് അവന് വേണ്ടത് നൽകി സാധൂകരിക്കുന്നതിനുമായി അങ്ങയുടെ ദാസരെ ന്യായം വിധിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങേക്കെതിരെ പാപം ചെയ്തതുമൂലം ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെടുകയും തിരിച്ചു വന്ന് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും കൃപ യാചിക്കുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിക്കുകയും അവർക്കും അവരുടെ പിതാക്കന്മാർക്കും അങ്ങ് നൽകിയ മണ്ണിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. അവർ അങ്ങേക്കെതിരെ പാപം ചെയ്തതുമൂലം ആകാശം അടയുകയും മഴ ഇല്ലാതാവുകയും അങ്ങനെ അങ്ങ് അവരെ ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്മാറി ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം സ്തുതിക്കുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയുടെ ദാസന്റെയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിക്കണമേ. അങ്ങനെ അവർ നടക്കേണ്ട നല്ല മാർഗം അവരെ പഠിപ്പിക്കുകയും അങ്ങയുടെ ജനത്തിന് അങ്ങ് അവകാശമായി കൊടുത്തിരിക്കുന്ന അങ്ങയുടെ ദേശത്ത് മഴ നൽകുകയും ചെയ്യണമേ. നാട്ടിൽ ക്ഷാമം ഉണ്ടാവുകയോ പകർച്ചവ്യാധി, ഉഷ്ണക്കാറ്റ്, പൂപ്പൽ, വെട്ടുകിളി, കീടം എന്നിവ ഉണ്ടാവുകയോ ശത്രുക്കൾ ദേശത്തിന്റെ നഗര കവാടം വളയുകയോ ഏതെങ്കിലും ബാധയോ രോഗമോ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനോ അങ്ങയുടെ ജനമായ ഇസ്രായേലിലെ ആരെങ്കിലുമോ തന്റെ വ്യാധിയും വ്യതയും അറിഞ്ഞ് ഈ ഭവനത്തിന് നേരെ കൈത്തല നിവർത്തി പിടിച്ചു നടത്തുന്ന ഓരോ പ്രാർത്ഥനയും യാചനയും അങ്ങ് വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് ക്ഷമിക്കുകയും ഓരോ ആളിനും അവന്റെ മാർഗങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് അവന്റെ ഹൃദയം അറിയുന്നു. അങ്ങ് മാത്രമാണല്ലോ മനുഷ്യ മക്കളുടെ ഹൃദയം അറിയുന്നത്. അവർ അങ്ങയെ ഭയപ്പെട്ട് അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഭൂമുഖത്ത് ജീവിതകാലം അത്രയും അങ്ങയുടെ വഴികളിൽ നടക്കുന്നതിന് വേണ്ടിയാണിത്. അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത ഒരു പരദേശിയാണെങ്കിൽ കൂടി അങ്ങയുടെ നാമത്തെ പ്രതി വിദൂര നാട്ടിൽ നിന്ന് വന്ന് അങ്ങയുടെ മഹനീയ നാമത്തെയും കരുത്തുറ്റ കരത്തെയും നീട്ടിയ ഭുജത്തെയും പ്രതി ഈ ആലയത്തിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന പരദേശിയോട് അവന്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കണമേ. ഭൂമിയിലെ സകല ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയെ ഭയപ്പെടാനും ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനുമേൽ അങ്ങയുടെ നാമം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ അറിയുന്നതിന് വേണ്ടിയാണിത്. അങ്ങ് അവരെ അയക്കുന്ന വഴിയിലൂടെ അങ്ങയുടെ ജനം ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങയുടെ നേർക്ക് തിരിഞ്ഞ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പട്ടണത്തിന്റെ വഴിയിലോ അങ്ങയുടെ നാമത്തിനായി ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലോ പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരുടെ ന്യായം നടത്തണമേ. അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. അങ്ങ് അവർക്കെതിരെ കോപിച്ച് അവരെ ശത്രുവിന് മുമ്പിൽ ഏൽപ്പിക്കുകയും അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്ത് തടവുകാരായി കൊണ്ടുപോവുകയും അവരെ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്ന നാട്ടിൽ വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ പശ്ചാത്തപിച്ച് അവർ തിരിഞ്ഞ് തങ്ങളുടെ പ്രവാസ നാട്ടിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്ത് അകൃത്യം കാണിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറയുകയും തങ്ങളെ തടവുകാരാക്കിയ പ്രവാസ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അങ്ങയിലേക്ക് പിന്തിരിഞ്ഞ് അവരുടെ പിതാക്കന്മാർക്ക് അങ്ങ് നൽകിയ ദേശത്തിന്റെ വഴിയിൽ അങ്ങ് തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിനായി ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും ശ്രവിച്ച് അവരുടെ ആവശ്യം നടത്തി കൊടുക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും ചെയ്യണമേ. എന്റെ ദൈവമേ, ഈ സ്ഥലത്തെ പ്രാർത്ഥനകളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ കണ്ണുകൾ തുറന്നിരിക്കുകയും അങ്ങയുടെ കാതുകൾ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇപ്പോൾ അങ്ങും അങ്ങയുടെ ശക്തിയുടെ പേടകവും അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് എഴുന്നള്ളണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാർ രക്ഷ അണിയുകയും അങ്ങയുടെ ഭക്തന്മാർ നന്മയിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ.
ദൈവമായ കർത്താവെ, അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം തിരസ്കരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ നന്മകൾ ഓർക്കണമേ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം. സോളമൻ പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഹോമയാഗവും ബലിവസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിന്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു. കർത്താവിന്റെ മഹത്വം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നതിനാൽ പുരോഹിതന്മാർക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അഗ്നിയും കർത്തൃ മഹത്വവും ആലയത്തിൽ മേൽ ഇറങ്ങിയതും അവിടുന്ന് തീർച്ചയായും നല്ലവനാണ്, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചതും കണ്ട് ഇസ്രായേലിലെല്ലാവരും കൽത്തളത്തിന്മേൽ മുഖം കുനിച്ച് ആരാധിച്ചു. തുടർന്ന് രാജാവും ജനം മുഴുവനും കർത്താവിന്റെ മുമ്പിൽ ബലികൾ അർപ്പിച്ചു. സോളമൻ രാജാവ് 20,000 കാളകളെയും 1,20,000 ആടുകളെയും ബലി കഴിച്ചു. അങ്ങനെ രാജാവും ജനം മുഴുവനും ദൈവത്തിന്റെ ആലയം പ്രതിഷ്ഠിച്ചു. പുരോഹിതന്മാർ തങ്ങളുടെ ശുശ്രൂഷ അനുസൃതം നിലകൊണ്ടു. ലേവായർ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാൻ ദാവീദ് രാജാവ് നിർമ്മിച്ച കർത്തൃ സംഗീതോപകരണങ്ങളോടെയും, എന്തെന്നാൽ അവ കൊണ്ടാണ് ദാവീദ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് സ്തുതിച്ചിരുന്നത്. അവർക്ക് അഭിമുഖമായി പുരോഹിതന്മാർ കാഹളമൂതി നിലകൊണ്ടു. ഇസ്രായേലിയർ മുഴുവനും നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ആലയത്തിന് മുമ്പിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം സോളമൻ വിശുദ്ധീകരിച്ചു. അവിടെയാണല്ലോ ഹോമയാഗങ്ങളും സമാധാന ബലികളുടെ കൊഴുപ്പും അർപ്പിക്കേണ്ടിയിരുന്നത്. കാരണം കർത്താവിന്റെ മുമ്പിലുള്ള ഓട്ടുബലിപീഠത്തിന് ഹോമയാഗവും ധാന്യയാഗവും സമാധാന ബലികളുടെ കൊഴുപ്പും ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല. അക്കാലത്ത് സോളമനും അവനോടൊപ്പം ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള ഇസ്രായേൽക്കാരുടെ എല്ലാം വലിയൊരു സമൂഹവും 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം അവർ ഉത്സവ സമ്മേളനം നടത്തി. എന്തെന്നാൽ ബലിപീഠ പ്രതിഷ്ഠയുടെ 7 ദിനങ്ങളും ഉത്സവത്തിന്റെ 7 ദിനങ്ങളും അവർ ആചരിച്ചിരുന്നു. 7-ാം മാസത്തിന്റെ 23-ാം ദിവസം അവൻ ജനത്തെ അവരുടെ കൂടാരങ്ങളിലേക്ക് തിരികെ അയച്ചു. ദാവീദിനും സോളമനും തന്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് ചെയ്ത നന്മകളെ പ്രതി സന്തോഷത്തോടും ഹൃദയാനന്ദത്തോടും കൂടെ അവർ മടങ്ങിപ്പോയി. അങ്ങനെ സോളമൻ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും പൂർത്തിയാക്കി. കർത്താവിന്റെ ആലയത്തിലും തന്റെ ഭവനത്തിൽ ചെയ്യണമെന്ന് തന്റെ മനസ്സിലുദിച്ചതെല്ലാം സോളമൻ സഫലമാക്കി. കർത്താവ് ആ രാത്രിയിൽ സോളമന് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ സ്ഥലത്ത് എനിക്കായി ഒരു ബലിവേദി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ആകാശം അടയ്ക്കുകയും മഴ ഇല്ലാതിരിക്കുകയും ദേശം വിഴുങ്ങാൻ വെട്ടുകിളികളോട് ആജ്ഞാപിക്കുകയും എന്റെ ജനത്തിനെതിരെ മഹാമാരി അയക്കുകയും ചെയ്താൽ തങ്ങൾക്ക് വേണ്ടി എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും എന്റെ മുഖം അന്വേഷിക്കുകയും അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ സ്ഥലത്തെ പ്രാർത്ഥനയിലേക്ക് എന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയും എന്റെ കാതുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇതാ, എന്റെ നാമം എന്നേക്കും കുടികൊള്ളാനായി ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണുകളും ഹൃദയവും എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദ് എന്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നീ വ്യാപരിക്കുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നതിന് നീ എന്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ ഇസ്രായേലിൽ ഭരിക്കാൻ നിന്റേതായ ഒരാൾ ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ ഉടമ്പടി ചെയ്തതുപോലെ നിന്റെ രാജ്യത്തിന്റെ സിംഹാസനം ഞാൻ സുസ്ഥിരമാക്കും. എന്നാൽ നിങ്ങൾ മറുതലിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും നിരാകരിക്കുകയും നിങ്ങൾ അന്യദേവന്മാരെ പിഞ്ചൊല്ലുകയും സേവിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നൽകിയ എന്റെ മണ്ണിൽ നിന്ന് നിങ്ങളെ ഞാൻ പിഴുതെറിയുകയും എന്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും അതിനെ ഞാൻ എല്ലാ ജനതകളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവും ആക്കി തീർക്കുകയും ചെയ്യും. ഉന്നതമായ ഈ ആലയത്തെക്കുറിച്ചാകട്ടെ ഓരോ വഴിപോക്കനും ആശ്ചര്യപ്പെട്ട് പറയും, എന്തുകൊണ്ടാണ് കർത്താവ് ഈ ദേശത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തത്? അവർ പറയും,
തങ്ങളെ ഈജിപ്ത് ദേശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെ സ്വീകരിക്കുകയും അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അക്കാരണത്താൽ ഈ അനർത്ഥമൊക്കെയും അവിടുന്ന് അവരുടെ മേൽ വരുത്തിവെച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. നമ്മൾ കേട്ടത് ആരെ വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്കാണ് വെളിപ്പെട്ടത്? അവിടുത്തെ മുമ്പിൽ തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിന്ന് ഒരു വേരുപോലെ അവൻ വളർന്നു. നാം അവനെ ശ്രദ്ധിക്കത്തക്കവണ്ണം അവന് ഭംഗിയോ പ്രതാപമോ ഉണ്ടായിരുന്നില്ല. നാം അവനെ ആഗ്രഹിക്കത്തക്കവണ്ണം ആകർഷണവും ഉണ്ടായിരുന്നില്ല. നിന്ദിതനും മനുഷ്യരാൽ അവഗണിക്കപ്പെട്ടവനും വേദനകളുടെ മനുഷ്യനും രോഗമറിഞ്ഞവനും, കണ്ടവർ അവനിൽ നിന്ന് മുഖം മറയ്ക്കത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ കണക്കിലെടുത്തില്ല. നമ്മുടെ രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. നാമോ അവൻ ശിക്ഷിക്കപ്പെട്ടവനും ദൈവത്താൽ പ്രഹരിക്കപ്പെട്ടവനും ദണ്ഡിപ്പിക്കപ്പെട്ടവനും ആണെന്ന് കരുതി. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അകൃത്യങ്ങൾ മൂലമാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ ഐശ്വര്യത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായിരുന്നു, അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ടായി. ആടുകളെ പോലെ നാം എല്ലാം വഴി തെറ്റിപ്പോയി, ഓരോരുത്തരും സ്വന്തം വഴിക്ക് തിരിഞ്ഞു. നമ്മുടെ എല്ലാം അകൃത്യം കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെട്ടു, അവൻ പീഡിതനായി, എങ്കിലും അവൻ ഒന്നും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ ചെമ്മരിയാടിനെ പോലെയും അവൻ മൂകനായിരുന്നു, ഒന്നും ഉരിയാടിയതുമില്ല. മർദ്ദനത്തിനും ന്യായവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തമാണ് അവൻ പീഡിതനായി ജീവിക്കുന്നവരുടെ ദേശത്തു നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആർക്ക് കരുതാനാകുമായിരുന്നു? അവൻ ഒരു അതിക്രമവും ചെയ്തില്ലെങ്കിലും അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ലെങ്കിലും ദുഷ്ടരോടൊപ്പമാണ് അവന് കബറിടം നൽകപ്പെട്ടത്. തന്റെ മരണത്തിൽ അവൻ ഒരു ധനികനോടൊപ്പമായിരുന്നു. അവന് ക്ഷതമേൽപ്പിക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ബലഹീനനാക്കിയത്. അവൻ പാപപരിഹാരമായി സ്വയം അർപ്പിച്ചാൽ സന്തതി പരമ്പരയെ കണ്ട് അവന് ആയുർദൈർഘ്യമുണ്ടാകും. കർത്താവിന്റെ ഹിതമാകട്ടെ അവൻ വഴി സഫലമാകും. കഠിന വേദനയിൽ തന്റെ ജീവൻ കണ്ട് അവൻ സംതൃപ്തനാകും. തന്റെ അറിവിനാൽ നീതിമാനായ എന്റെ ദാസൻ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകൾ വഹിക്കും. അതിനാൽ മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടൊപ്പം അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. അവൻ അനേകരുടെ പാപഭാരം പേറി. അതിക്രമ്യങ്ങൾക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം വഹിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 23 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി. പുരോഹിത പ്രമുഖന്മാരും ശ്രേഷ്ഠന്മാരും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ദൈവത്തെങ്കിലേക്ക് ശബ്ദമുയർത്തി പറഞ്ഞു: നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ: ജനതകൾ രോഷാകുലരായതും ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരും എഴുന്നേൽക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദേസും പന്തിയോസ് പീലാത്തോസും ജനതകളോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അവിടുത്തെ ശക്തിയും പദ്ധതിയും സംഭവിക്കുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണിത്. കർത്താവെ, അങ്ങ് ഇപ്പോൾ അവരുടെ ഭീഷണികൾ ശ്രദ്ധിക്കണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ അങ്ങയുടെ ദാസന്മാർക്ക് ശക്തി നൽകണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കൈകൾ നീട്ടണമേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വിശ്വാസികളുടെ സംഘം ഒരു ഹൃദയവും ആത്മാവുമായിരുന്നു.
ആരും തങ്ങളുടെ വസ്തുവകകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിന്റെ ഉദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ വലിയ കൃപ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രനായി ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പിന്റെ ഉടമസ്ഥരോ വീട് സ്വന്തമായി ഉണ്ടായിരുന്നവരോ അവ വിറ്റുകിട്ടിയ തുക കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് നൽകപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തനിക്കുണ്ടായിരുന്ന വയൽ വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ